ജെയ്ഷെ മുഹമ്മദിന്റെ ശത്രുക്കൾ അവരുടെ സൈന്യത്തിൽ ഹിന്ദു സ്ത്രീകളെ ചേർത്തിട്ടുണ്ടെന്നും ഭീകര സംഘടനയുടെ പുതിയ വനിതാ ബ്രിഗേഡായ ജമാഅത്ത് ഉൽ മോമിനാത്ത് ഈ സൈന്യത്തെ നേരിടുവാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹർ. മസൂദിന്റെ തന്നെ രീതിയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ജെയ്ഷെയുടെ ശത്രുക്കൾ വനിതാ പത്രപ്രവർത്തകരെ തങ്ങൾക്കെതിരെ തിരിക്കുകയാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ജമാഅത്തുൽ മുമിനാത്ത് ശാഖകൾ സ്ഥാപിക്കുമെന്നും സ്ത്രീകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള മാനേജർമാരെ നിയോഗിക്കുമെന്നും ഇവർ ഒരു ശാഖയ്ക്ക് നേതൃത്വം നൽകുമെന്നും അസ്ഹർ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ മാർക്സ് ഉസ്മാൻ ഒ അലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അസ്ഹർ ഇക്കാര്യം പറയുന്നത്. ഉറി, പുൽവാമ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ ജെയ്ഷെയുടെ പുതിയ വിഭാഗത്തിന് കീഴിൽ സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള രൂപരേഖയും അസ്ഹർ വിശദമാക്കുന്നുണ്ട്. വനിതാ വിഭാഗത്തിലെ അംഗങ്ങൾക്കും ജെയ്ഷെയിലെ പുരുഷ അംഗങ്ങൾക്കും നൽകുന്നത് പോലെയുള്ള പരിശീലനം നൽകും. പുരുഷന്മാർ നിലവിൽ 15 ദിവസത്തെ ദൗറ ഇ തർബിയത്ത് പരിശീലനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സമാനമായി സ്ത്രീകൾക്ക് ദൗറ ഇ തസ്കിയ പരിശീലനം നൽകും. ഈ പരിശീലനം മാർക്സ് ഉസ്മാൻ ഒ അലിയിൽ നടക്കുമെന്നും മസൂദ് അസ്ഹർ പറയുന്നു. ബ്രിഗേഡിൽ ചേരുന്ന സ്ത്രീകൾക്ക് കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തും. ഭർത്താവിനെയോ അടുത്ത കുടുംബാംഗങ്ങളെയോ ഒഴികെ മറ്റാരെയും ഫോണിലൂടെ സംസാരിക്കാൻ അനുമതിയുണ്ടാകില്ല. മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയ അസ്ഹറയാണ് വനിതാ ബ്രിഗേഡിന്റെ മേധാവി. അസ്ഹറിന്റെ മറ്റൊരു സഹോദരി സമീറ അസ്ഹറും ഭീകരൻ ഉമർ ഫാറൂഖിന്റെ ഭാര്യ അഫീറ ഫാറൂഖും ജമാഅത്തുൽ മുനാമിത്തിന്റെ നേതൃനിരയിലുണ്ട്.